ബ്രഹ്മപുരം മാലിന്യ വിഷയത്തിൽ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലെ കോൺഗ്രസ് ഉപരോധത്തിൽ വീണ്ടും സംഘർഷം. ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ച ജീവനക്കാരെ പ്രവർത്തകർ തടഞ്ഞു. അതേസമയം വഴി തടഞ്ഞുള്ള സമരം അനുവദിക്കില്ലെന്ന് പോലീസും അറിയിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരത്തെ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. അജി കുഞ്ഞുമോൻ വിശദാംശങ്ങൾ നൽകുവാനായി ചേരുന്നുണ്ട്. അജി, PCC അധ്യക്ഷൻ കെ സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം രൂക്ഷമായ വിമർശനവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സർക്കാരിനെതിരെ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രി ബ്രഹ്മപുരത്തെ ജനങ്ങൾ ശ്വാസം മുട്ട് കഴിയുമ്പോൾ മുഖ്യമന്ത്രി എവിടെയാണ്, അദ്ദേഹം സംസാരിക്കാൻ പോലും തയ്യാറായത് 13ാമത്തെ ദിവസമാണ് എന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. കേരളം കണ്ട ഏറ്റവും നാണംകെട്ട മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും അത് അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ രംഗത്തെത്തിയത്. ഇപ്പോൾ എറണാകുളം DCCയുടെ നേതൃത്വത്തിലാണ് 12 മണിക്കൂർ സമരം ആരംഭിച്ചത്. രാവിലെ 5 മണിക്കാണ് ഈ സമരം ആരംഭിച്ചത്. ഇപ്പോഴും സമരം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെ ഒരു വശത്ത് തടയുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം എന്നാണ് പറഞ്ഞത്. ഉണ്ടായിട്ട് അവിടെ സന്ദർശിക്കുവാനോ അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോലും തയ്യാറാവാത്തൊരു സമീപനമാണ് സ്വീകരിച്ചതെന്നും സുധാകരൻ ആരോപിച്ചു. അതേസമയം ഈ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ച കോർപ്പറേഷൻ ചില സാങ്കേതിക തകരാറുകളുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നീചന്റെ മനസ്സുള്ള വ്യക്തിയാണെന്നും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഗോവിന്ദൻ മാഷിന് നിഴലാവാൻ അർഹതയില്ലാത്ത വ്യക്തിയാണെന്നും സുധാകരൻ വിമർശിക്കുന്നു. ഒപ്പം തന്നെ പിണറായിക്ക് അർഹതയില്ല, അഴിമതിയിലൂടെ പണമുണ്ടാക്കുവാനാണ് പിണറായിക്ക് താല്പര്യമെന്നും നാണം കെട്ട മുഖ്യമന്ത്രിയെ മാറ്റുവാൻ ഗോവിന്ദൻ മാഷ് തയ്യാറാവണമെന്നുമാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി കോർപ്പറേഷന് മുന്നിൽ നടത്തുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഈ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി നീചന്റെ മനസ്സുള്ള വ്യക്തിയാണെന്നും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഗോവിന്ദൻ മാഷിന്റെ നിഴലാവാൻ അർഹതയില്ല എന്നുമാണ് പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന വിമർശനം. ഒപ്പം തന്നെ പണമുണ്ടാക്കാൻ, ഏത് വിധേനയും പണമുണ്ടാക്കുവാനാണ് പിണറായി താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്നും സുധാകരൻ വിമർശിക്കുന്നുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്രശ്നത്തിൽ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലെ കോൺഗ്രസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീണ്ടും സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ച ജീവനക്കാരെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. അതേസമയം വഴി തടഞ്ഞുള്ള സമരം അനുവദിക്കില്ലെന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതോടെ വീണ്ടും സംഘർഷഭൂമിയായി മാറുകയായിരുന്നു കൊച്ചി കോർപ്പറേഷൻ. അജിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.